ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതിൻ്റെ ബാക്കി പ്രോബ്ലംസാണ് ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. അപ്പം സിമ്പിൾ പൈത്തൺ പ്രോഗ്രാംസ് യൂസിങ് നമ്പേഴ്സ് തന്നെ. അപ്പം നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്യാം. ഇതാണ് ടു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ് a plus b plus c into d ഡിവൈഡഡ് ബൈ ഇ. അപ്പോൾ നേരത്തെ ഞാൻ ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറഞ്ഞൊരു ടേബിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ആ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം. ആ ഓർഡറിൻ്റെ അകത്ത് ഏറ്റവും മുകളിൽ തൊട്ട് താഴെ വരെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ആദ്യത്തെ എന്തായിരുന്നു? പാരന്തസിസ്, അതായത് ബ്രാക്കറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ അകത്ത് ആദ്യമേ ഒരു ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റ് ആയിരിക്കും പൈത്തൻ്റെ അകത്ത് ആദ്യമേ പെർഫോം ആവുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. ABCDE 5 വേരിയബിൾ ഇവിടെ ഉണ്ട് ടോട്ടലായിട്ട്. അപ്പോൾ ഈ 5 വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട വാല്യൂസ് അല്ലേ, അത് നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ടാണ്. അപ്പോൾ 5 ഇൻപുട്ട് നമുക്കിവിടെ കൊടുക്കണം. അപ്പോൾ ഇൻപുട്ട് എങ്ങനെ കൊടുക്കുന്നതെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പം A = ഇൻറ്റ് ഓഫ് ഇൻപുട്ട് എൻ്റർ ഫസ്റ്റ് നമ്പർ. എയുടെ വാല്യൂ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. പിന്നെ BCD ഞാൻ 1 2 3 ഇങ്ങനെ കൊടുത്ത കാരണവും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. വേണമെങ്കിൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്കിതുപോലെ ഇനിഷ്യലൈസ് ചെയ്യാം. പക്ഷേ എപ്പോഴും ഇനിഷ്യലൈസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഒരു പ്രോഗ്രാമർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് വാല്യൂസ് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു കടയിലൊക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ എത്ര എണ്ണം വാങ്ങി, അപ്പോൾ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യേണ്ടി വരും. അപ്പം എല്ലാം ഇനിഷ്യലൈസ് ചെയ്യേണ്ടതാണ് നല്ലത്. ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഫിക്സ്ഡ് ആക്കി കൊടുത്തതേ ഉള്ളൂ. E = ഫ്ലോട്ട് ഓഫ് ഇൻപുട്ട് എൻ്റർ ദ വാല്യൂ ഓഫ് ഇ. അപ്പം ഇയുടെ വാല്യൂ ഞാൻ ഫ്ലോട്ടിംഗ് പോയിന്റിലാണ് എടുത്തത്. ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇൻറ്റ് മാറ്റിയിട്ട് അവിടെ ഞാൻ ഫ്ലോട്ട് എന്നാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് = A + B + C × D ഡിവൈഡഡ് ബൈ ഇ. അത് ഞാൻ ഒറ്റയടിക്ക് ആ ഔട്ട്പുട്ടിൻ്റെ അകത്തോട്ട് തന്നെ ഇതിൻ്റെ ആ വാല്യൂ അങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചു. അത് നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഇതുപോലെ കൊടുക്കാം. പൈത്തൻ്റെ അകത്ത് ഭയങ്കര എളുപ്പമാണ് ഇങ്ങനെ അങ്ങ് ഇനിഷ്യലൈസ് ചെയ്യാൻ. ഇതിപ്പം ഇങ്ങനെ നമ്മൾ കൊടുത്താലും ഫസ്റ്റ് അവിടെ ആ ബ്രാക്കറ്റ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത് കറക്റ്റ് വാല്യൂ തന്നെ ആയിരിക്കും. അപ്പം ഇതല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരോ വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് പോവാം. വേറൊരു വേരിയബിൾ എടുത്തിട്ട് B + Cയുടെ വാല്യൂ ആദ്യമേ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. പിന്നെ വേറൊരു വേരിയബിൾ എടുത്തിട്ട് D ഡിവൈഡഡ് ബൈ ഇ അങ്ങനെ ചെയ്ത് പോകാം. പക്ഷേ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡയലോഗിൽ തന്നെ A + B + C × D ഡിവൈഡഡ് ബൈ ഇ. ഔട്ട്പുട്ട് എന്നുള്ള വേരിയബിൾ അങ്ങനെ ഔട്ട്പുട്ടിന് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ F = A+ അങ്ങനെ വേരിയബിൾ എടുക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ പ്രിൻറ്റ് ദി ഫൈനൽ റിസൾട്ട് ഈസ് ഔട്ട്പുട്ട്. ദ ഫൈനൽ റിസൾട്ട് ഈസ് എന്നുള്ളത് കോട്ട്സിൽ കൊടുക്കണം. കാരണം അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണേണ്ടതാണ്. ഔട്ട്പുട്ട് കോട്ട്സിൽ കൊടുക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ വാല്യൂ നമുക്ക് കാണണം. അതിൻ്റെ അകത്തിരിക്കുന്ന വാല്യൂ ആണ് നമുക്ക് കാണേണ്ട, അല്ലാണ്ട് ഔട്ട്പുട്ട് എന്നുള്ള വാക്കല്ല ഡിസ്പ്ലേ ചെയ്യേണ്ട. അപ്പോൾ അതാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇന്നലത്തെ പ്രോബ്ലത്തിനകത്ത് ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു. A B ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് CDEF ഒക്കെ ഇതിനകത്ത് ഡിഫൈൻ ചെയ്യാത്തതെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ട സാധനങ്ങളാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന് കാണുമ്പോൾ 2 സാധനങ്ങളാണ് ഇല്ലാത്തത്. അതുകൊണ്ടാണ് 2 നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചത്. ഇപ്പം നമുക്ക് സിക്കകത്തോട്ട് ഇപ്പം ഈ അഡീഷൻ എന്നുള്ള സാധനത്തിൻ്റെ റിസൾട്ട് നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ. A + B അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു വേരിയബിളാണ് C. ഇപ്പം നമ്മൾ സിയും അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ എന്താ പറ്റുന്നത്? അപ്പോൾ C = ഇൻറ്റ് ഓഫ് ഇൻപുട്ട് എൻ്റർ ദി നമ്പർ എന്ന് കൊടുത്താൽ നമുക്ക് ആ മറ്റേ ഔട്ട്പുട്ട് കാണുന്ന സ്ഥലത്ത് C = നമുക്ക് മൂന്നാമതൊരു വേരിയബിളിൻ്റെ ആവശ്യമില്ലല്ലോ അവിടെ ഡിഫൈൻ ചെയ്യാൻ. അപ്പോൾ അവിടെ അങ്ങനെ തന്നെ ആയിരിക്കും ഡിസ്പ്ലേ ആയി വരത്തുള്ളൂ. എൻ്റർ ദി നമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട സാധനങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേറൊരു കോൺസെപ്റ്റാണ് പഠിക്കുന്നത്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. പൈത്തൻ്റെ അകത്ത് നമുക്ക് മാത്തമാറ്റിക്കൽ ഫങ്ഷൻ, അതായത് സ്ക്വയർ റൂട്ട്, എക്സ്പൊണൻസിയേഷൻ, ഫ്ലോർ ഡിവിഷൻ, ലോഗ് 10 ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ കീവേഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പം ഇങ്ങനത്തെ ഫങ്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം എനിക്ക് തോന്നുന്നു C++ C പ്രോഗ്രാമിൻ്റെ അകത്ത് ഇപ്പോൾ സ്ക്വയർ റൂട്ടൊക്കെ കണ്ടുപിടിക്കാൻ നമുക്കൊരു
പ്രോഗ്രാം ഫുൾ ഇങ്ങനെ ഇരുന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനെക്കാട്ടിലും എളുപ്പത്തിൽ ഇവിടെ SQRT എന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ കണ്ടാൽ മനസ്സിലാവും SQRT. അപ്പം അങ്ങനത്തെ ഒരു കീവേഡ് ജസ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു നമ്പറിൻ്റെ എന്താ പറയുക സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മോഡ്യൂളാണ് ലൈബ്രറി. പൈത്തൻ്റെ അകത്തുള്ള ഒരു ലൈബ്രറിയാണ് മാത്ത്. അപ്പോൾ ഇങ്ങനത്തെ മാത്തമാറ്റിക് ഫംഗ്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പം ഇപ്പോൾ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ഇമ്പോർട്ട് മാത്ത് എന്നുള്ള ലൈബ്രറിക്കകത്തു നിന്നാണ് നമ്മൾ ഈ സാധനങ്ങൾ എടുക്കുന്നത്. ഈ SQRT എന്നുള്ള കീവേഡ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് മാത്ത് നമ്മൾ കൊടുക്കണം. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ കൂടുതൽ പറയാം. അപ്പം ഈ കീവേഡ്സൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്ക്. കണ്ടോ, ഡിഗ്രി, റേഡിയൻ, ഇതെല്ലാം കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ടാന്, കോസ്, സൈൻ, ഒരു നമ്പറിൻ്റെ സൈൻ, ആംഗിൾ അതെല്ലാം കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഞാനൊരു പ്രോബ്ലം വെച്ച് കാണിച്ചു തരാം. റൈറ്റ് എ പ്രോഗ്രാം ഈ WAP ഇങ്ങനെയാട്ടോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് വാപ്പെന്ന്. അപ്പോൾ അത് കാണുമ്പോൾ റൈറ്റ് എ പ്രോഗ്രാം എന്നാണ് മനസ്സിലാവണം. റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. അപ്പം ഏത് നമ്പറാണ് നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പം നമ്പർ എന്ത് ചെയ്യേണ്ടത്, നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ട സാധനം. അപ്പം നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി A = ഇൻറ്റ് ഓഫ് ഇൻപുട്ട് എൻ്റർ ദ നമ്പർ ടു ഫൈൻഡ് സ്ക്വയർ റൂട്ട്. അപ്പം ഞാൻ നമ്പർ അവിടെ ഇനിഷ്യലൈസ് ചെയ്തു, നമ്പർ ഞാൻ കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞല്ലോ സ്ക്വയർ റൂട്ട് എന്നുള്ള കീവേഡ് ഉണ്ട് അവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് മാത്ത് എന്ന് പറഞ്ഞ മോഡ്യൂളിൻ്റെ അകത്ത്. അപ്പോൾ ആ കീവേഡിനെ നമുക്ക് എടുക്കണമെങ്കിൽ ഇമ്പോർട്ട് മാത്തിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നതെന്നുള്ള കാര്യം പൈത്തൺ ഇൻ്റർപ്രെറ്ററിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ട് മാത്ത്. അപ്പം ഞാൻ നേരത്തെ കാണിച്ച ടേബിളിൻ്റെ അകത്ത് ഏത് കീവേഡ് യൂസ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു ഡയലോഗ് കമ്പൽസറി ആണ്. ഇതില്ലെങ്കിൽ അവിടെ എററേ വരത്തുള്ളൂ. പിന്നെ ഇമ്പോർട്ടിനകത്ത് I ഒക്കെ സ്മോൾ ലെറ്റർ ആയിരിക്കും, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് ക്യാപിറ്റൽ ലെറ്റർ കൊടുത്താലും വരത്തില്ല, കാരണം പൈത്തൺ കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞിരുന്നു. സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ PDF എഴുതിയേക്കുന്ന അതേ ഒരു ഫോർമാറ്റ് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യണം. ഔട്ട്പുട്ട് = math.sqrt ഓഫ് A. ഇതാണ് ഫോർമാറ്റ്. ഔട്ട്പുട്ട് എഴുതണമെന്നില്ല, അത് നമ്മൾ എടുക്കുന്ന വേരിയബിളാണ്. കാരണം ഇങ്ങനെ ഒരു സാധനം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമുക്കിഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാം. അപ്പോൾ C = math.sqrt ഓഫ് A. ജസ്റ്റ് അതിൻ്റെ അകത്ത് ആ വാല്യൂ ഇരിക്കുന്നതെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എഴുതേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്. മാത്ത് എന്നുള്ള മോഡ്യൂളിൻ്റെ അകത്ത് ഏത് കീവേഡാണ് നമുക്ക് വേണ്ടത്, SQRT. പിന്നെ എന്തിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുക്കണം. ബ്രാക്കറ്റിൽ A. ആ മറ്റേ ടേബിളിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. math.sqrt ബ്രാക്കറ്റിൽ നമ്പർ എന്നായിരുന്നു. അപ്പോൾ ഞാനിവിടെ നമ്പർ A എന്നുള്ള വേരിയബിളിലാണ് എടുത്തു വച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് math.sqrt ഓഫ് A എന്ന് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിനകത്ത് എന്തായിരിക്കുന്നത്, ആ A എന്ന് പറഞ്ഞ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് ഔട്ട്പുട്ട് എന്നുള്ള വേരിയബിളിൻ്റെ അകത്ത് ഇപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കാണണം എത്രയാണ് അതിൻ്റെ വാല്യൂ വരുന്നതെന്ന്. അപ്പോൾ പ്രിൻറ്റ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദ നമ്പർ ഈസ് ഔട്ട്പുട്ട്. സ്ക്വയർ റൂട്ട് ഓഫ് ദ നമ്പർ ഈസ് അങ്ങനെ കൊടുക്കണം കേട്ടോ. കാരണം അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ പ്രിൻറ്റ് ഔട്ട്പുട്ട് എന്ന് കൊടുത്താലും ജസ്റ്റ് ഇപ്പം നമ്മൾ A എന്നുള്ള വാല്യൂ 2 കൊടുത്തെങ്കിൽ പ്രിൻറ്റ് ഔട്ട്പുട്ട് എന്ന് കൊടുത്താൽ അവിടെ 4 വരും. ഇപ്പോൾ എന്തുവാന്ന് ഇപ്പോൾ ആർക്കും മനസ്സിലാവത്തില്ലല്ലോ. അപ്പം ഇപ്പോൾ A = ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ജസ്റ്റ് ഒരു നമ്പർ എന്ന് കൊടുത്തു, അപ്പോൾ ഒരു നമ്പർ 2 വന്നു. ഇപ്പോൾ പ്രിൻറ്റ് ഔട്ട്പുട്ട് 4 വന്നു, 2, 4. അപ്പോൾ എന്തുവാന്ന് പെട്ടെന്ന് കാണുന്നവർക്ക് മനസ്സിലായെന്ന് വരത്തില്ല. അപ്പം A = എൻ്റർ ദി നമ്പർ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്താ വരുന്നതെന്ന് അറിയാം. ഔട്ട്പുട്ട് സ്ക്രീനിൽ നമ്മൾ ഈ കോഡ്സിൽ കൊടുത്ത സാധനം മാത്രമേ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കത്തുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ വരുന്നത് എൻ്റർ ദി നമ്പർ ടു ഫൈൻഡ് സ്ക്വയർ റൂട്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതോ ഒരു നമ്പർ നമ്മൾ കൊടുക്കണം, അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 2 എന്ന് കൊടുത്തു. പിന്നെ അടുത്ത ലൈന് നമ്മൾ ആ 2 കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ലൈനിൽ വരുന്നതാണ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദ നമ്പർ ഈസ് 4. അങ്ങനെ കറക്റ്റായിട്ട് വരും. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ വൃത്തിക്ക് എഴുതി പഠിക്കണം. അപ്പം ഇനി ഇത് വെച്ചിട്ടുള്ള കൂടുതൽ പ്രോബ്ലം ഒന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. കാരണം ഇത് ഈ നമ്പേഴ്സ് വെച്ചിട്ട് തന്നെ ഇനി കൂടുതൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രോബ്ലം ഇനി നാളെ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മളെല്ലാം ഇത്രയും ഭയങ്കര ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നാളെ ചെയ്യുന്നത് ഇപ്പം പ്രിൻറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 1000. ഇപ്പം 1 തൊട്ട് 1000 വരെയുള്ള നമ്പർ പ്രിൻറ്റ് ചെയ്യാൻ പറയുമ്പം നമുക്കത് പോസിബിൾ അല്ലല്ലോ. 1 പ്രിൻറ്റ് 1 പ്രിൻറ്റ് 2 അങ്ങനെ ഓരോന്നിടത്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കോഡ് അത്ര ഇരുന്ന് എഴുതണ്ടേ. അപ്പോൾ അങ്ങനത്തെ ബൾക്കായിട്ടുള്ള സംഭവങ്ങൾ വരുമ്പം എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതേണ്ടതെന്നുള്ളതാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇതുപോലെ കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.